അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 20 തിങ്കളാഴ്ച. NK പ്രേമചന്ദ്രൻ MP-യുടെ പൊറോട്ട ഓഫ് ബീഫ് പരാമർശത്തിനെതിരെ വിമർശനവുമായി ശിവൻകുട്ടിയും ബിന്ദു അമ്മിണിയും. പരാമർശം ആവർത്തിച്ച പ്രേമചന്ദ്രൻ, ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് പൊറോട്ടയും ബീഫും നൽകിയാണെന്ന UDF MP NK പ്രേമചന്ദ്രന്റെ ആരോപണത്തിനാണ് പോലീസ് സഹായത്തോടെ ശബരിമല കയറിയ ബിന്ദു അമ്മിണി മറുപടി നൽകിയത്. ബീഫ് എനിക്കിഷ്ടമാണ്, പക്ഷേ പൊറോട്ട കൂടെ വേണ്ട, കപ്പയാകാം. കപ്പയും ബീഫും സൂപ്പറാണ് എന്നായിരുന്നു പോസ്റ്റ്. ഫേസ്ബുക്കിലൂടെയാണ് ബിന്ദു NK പ്രേമചന്ദ്രന്റെ പരാമർശത്തെ പരിഹസിച്ചത്. എന്നാൽ NK പ്രേമചന്ദ്രനെ വിഷചന്ദ്രൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. മനോഹരമായ ആ പേര് ഒരാളിൽ മാത്രം വിഷചന്ദ്രൻ എന്നായിരിക്കുമെന്ന് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്താണ് സ്ത്രീകളെ ശബരിമലയിൽ എത്തിച്ചതെന്ന് ആവർത്തിച്ച NK പ്രേമചന്ദ്രൻ, ശബരിമല സ്ത്രീ പ്രവേശനം വീണ്ടും ചർച്ചയായതിൽ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. സ്ത്രീ പ്രവേശനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയാണെന്നും നേരത്തെ ഇതേ കാര്യം പറഞ്ഞതിനു ശേഷം CPM-ന്റെ സൈബർ ആക്രമണം നേരിടുകയാണെന്നും പൊറോട്ട ഓഫ് ബീഫ് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും പ്രേമചന്ദ്രൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ പ്രത്യേക സംഘം ചോദ്യം ചെയ്യുന്നു. അനന്തസുബ്രഹ്മണ്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത് അനന്തസുബ്രഹ്മണ്യമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അനന്തസുബ്രഹ്മണ്യം പിന്നീട് പാളികൾ നാഗേഷിന് കൈമാറുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ പ്രത്യേക സംഘം കോടതിക്ക് കൈമാറും. താൻ ഒറ്റയ്ക്കല്ലെന്നും ബോർഡംഗങ്ങളുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ നടത്തിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്നുമാണ് ചോദ്യം ചെയ്യലിൽ പോറ്റി നടത്തിയ വെളിപ്പെടുത്തലെന്ന് റിപ്പോർട്ടുകൾ. ഇതിനായി ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടത്തിയെന്നും താൻ വെറും ഇടനിലക്കാരൻ മാത്രമാണെന്നുമാണ് പോറ്റി നൽകിയ മൊഴിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. PM ശ്രീ പദ്ധതി സഹകരണത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ രാഷ്ട്രീയ കലഹം. പദ്ധതി നടത്തിപ്പിൽ CPI ആശങ്ക സ്വാഭാവികമാണെന്നും മുന്നണി യോഗം ചർച്ച ചെയ്യുമെന്നും കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ലെന്ന വിദ്യാഭ്യാസ വകുപ്പ് വാദം നിലനിൽക്കില്ലെന്ന് CPI മുഖപത്രം ജനയുഗം വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPM-ഉമായുള്ള ഭിന്നതകൾക്കിടെ പദ്ധതിക്കെതിരെ CPI മുഖപത്രം ജനയുഗം. PM ശ്രീയിൽ RSSന്റെ തിട്ടൂരത്തിന് ഇടതുപക്ഷ സർക്കാർ വഴങ്ങരുതെന്ന് CPI മുഖപത്രമായ ജനയുഗത്തിലെ ലേഖനത്തിൽ പറയുന്നു. രാഷ്ട്രീയ നിലപാടും നയവും ബലികഴിച്ച് പദ്ധതിയിൽ ഒപ്പുവയ്ക്കരുതെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. CPM-BJP ബന്ധം മറനീക്കിയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു സണ്ണി ജോസഫ്. LDF-ലോ ക്യാബിനറ്റ് ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകനെതിരെ ED അയച്ച നോട്ടീസ് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ K സുധാകരന് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് സുധാകരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിലെ സൺ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. തൃശൂരിൽ വെച്ച് തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. G സുധാകരനെ നേരിൽ കാണുമെന്നും ചേർത്തു നിർത്തുമെന്നും മന്ത്രി സജി ചെറിയാൻ. G സുധാകരന് തന്നെ അടക്കം വിമർശിക്കാനുള്ള അധികാരമുണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഞങ്ങൾ നന്ദികെട്ടവരല്ലെന്നും G സുധാകരനെ തകർത്തിട്ട് ഒന്നും സാധിക്കാനില്ലെന്നും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സജി ചെറിയാനടക്കം G സുധാകരൻ നേരത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു.
കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം. കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ SYS ജനറൽ സെക്രട്ടറി റഹ്മത്തുല്ലാഹ് സഖാഫി എളമരം എഴുതിയ ലേഖനത്തിലാണ് രൂക്ഷ വിമർശനം. ഒരു സമുദായത്തിന്റെ മൗലികാവകാശം നിഷേധിച്ചിട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് അറിഞ്ഞ മട്ടില്ലെന്നും ഹൈബി ഈഡൻ MP വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനെ ഭീഷണിപ്പെടുത്തിയെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ സർക്കാരിനെതിരെയുള്ള വിമർശനത്തിന് കൈയടിച്ചതിന്റെ പേരിൽ മലപ്പുറം ഹോമിയോ DMO ഡോക്ടർ ഹന്ന യാസ്മിൻ വയലിന് സർക്കാരിന്റെ താക്കീത്. മലപ്പുറം കളക്ടറേറ്റിൽ 2 വർഷം മുൻപ് നടന്ന യോഗത്തിലായിരുന്നു ഹോമിയോ DMOയുടെ കൈയടി. ഈ സംഭവത്തിലാണിപ്പോൾ സർക്കാരിന്റെ താക്കീത്. ജില്ലാ വികസന സമിതി യോഗത്തിൽ ഒരു അംഗം സർക്കാർ നയത്തിനെതിരെ സംസാരിച്ചപ്പോൾ DMO കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചെന്നാണ് ഉദ്യോഗസ്ഥനെതിരായ കുറ്റം. അമൃത് ഭാരത് എക്സ്പ്രസിൽ ഫുഡ് കണ്ടെയ്നറുകൾ കഴുകിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ആരോപണങ്ങൾ നിഷേധിച്ച് IRCTC. ഉപയോഗിച്ച ഫുഡ് കണ്ടെയ്നറുകൾ വീണ്ടും ഉപയോഗിക്കാനായി കഴുകുകയാണെന്ന ആരോപണമാണ് വീഡിയോ പുറത്തുവന്നതോടെ ഉയർന്നിരുന്നത്. എന്നാൽ വിറ്റുപോകാത്ത ഫുഡ് കണ്ടെയ്നറുകൾ ജീവനക്കാരൻ ആക്രിയായി വിൽക്കാനാണ് കഴുകിയതെന്ന് കാറ്ററിംഗ് കമ്പനിയായ എക്സ്പ്രസ് ഫുഡ് സർവീസസ് അധികൃതർ IRCTCക്ക് വിശദീകരണം നൽകി. കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി സിനിമാ താരം ദുൽഖറിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വാഹനം കസ്റ്റംസ് വിട്ടുനൽകി. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് ദുൽഖർ സൽമാൻ നൽകിയ അപേക്ഷയെ തുടർന്നാണ് വാഹനം വിട്ടുനൽകിയത്. കേസ് കഴിയുന്നതുവരെ ഈ ലാൻഡ് റോവർ ഡിഫൻഡർ അദ്ദേഹത്തിന് നിരത്തുകളിൽ ഇറക്കാൻ സാധിക്കില്ല. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ നിർദ്ദേശം നൽകാൻ ആലോചന. 200 രൂപ കൂട്ടാനുള്ള നിർദ്ദേശം ധനവകുപ്പിന്റെ പരിഗണനയിലാണ്. നിലവിൽ 1600 രൂപയാണ് പെൻഷനായി നൽകുന്നത്. എന്നാൽ 200 രൂപ കൂട്ടുന്നതോടെ 1800 രൂപയാകും. അടുത്തു തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. കഴക്കൂട്ടത്ത് IT ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ അതിജീവിത തിരിച്ചറിഞ്ഞു. മധുര സ്വദേശി ബെഞ്ചമിനാണ് യുവതിയെ ഹോസ്റ്റലിനുള്ളിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പെൺകുട്ടിയെ ഉപദ്രവിച്ച ശേഷം പ്രതി ആറ്റിങ്ങൽ ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു. തുടർന്ന് മധുരയിലേക്ക് കടക്കുകയായിരുന്നു. പ്രതിയെ മധുരയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ പേരാമ്പ്ര സംഘർഷത്തിൽ ആരോപണ വിധേയരായ 2 DYSPമാർക്ക് സ്ഥലമാറ്റം. പേരാമ്പ്ര DYSP N സുനിൽകുമാറിനെയും വടകര DYSP R ഹരിപ്രസാദിനെയുമാണ് സ്ഥലം മാറ്റിയത്. ഹരിപ്രസാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ ACPയായും സുനിൽകുമാറിനെ കോഴിക്കോട് സിറ്റി ക്രൈംബ്രാഞ്ച് ACPയുമാണ് മാറ്റിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഇന്ന് OP ബഹിഷ്കരിച്ച് സമരം നടത്തുന്നു. തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ട്രാൻസ്ഫർ അശാസ്ത്രീയമാണെന്നും പുതിയ നിയമനം നടത്താതെ ഡോക്ടർമാരെ പുനർവിന്യസിപ്പിച്ചുള്ള താൽക്കാലിക സംവിധാനം അവസാനിപ്പിക്കണമെന്നും ഇനി റിലേ അടിസ്ഥാനത്തിൽ OP ബഹിഷ്കരണ സമരം നടത്തുമെന്നും അവർ അറിയിച്ചു. കൊച്ചിയിൽ ഗതാഗത നിയമം ലംഘിച്ച് എയർ ഹോണുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. അന്തർ സംസ്ഥാന വാഹനങ്ങളടക്കം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. കൊച്ചിയിൽ രാവിലെ മുതൽ വ്യാപക പരിശോധനയാണ് നടക്കുന്നത്. നിരവധി അന്തർ സംസ്ഥാന ബസ്സുകളിൽ നിന്നടക്കം എയർ ഹോണുകൾ പിടിച്ചെടുത്തു. വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത എയർ ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. അട്ടപ്പാടിയിൽ കർഷകൻ ജീവനൊടുക്കി. അട്ടപ്പാടി കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമിയെയാണ് കൃഷിസ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വില്ലേജിൽ നിന്നും തണ്ടപ്പേര് കിട്ടാത്തതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ 6 മാസമായി തണ്ടപ്പേരിനായി വില്ലേജിൽ കയറിയിറങ്ങിയെന്ന് കുടുംബം പറയുന്നു. അതേസമയം സംഭവത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കാനായി നടപടികൾ തുടരുകയാണെന്നുമാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. നാവികസേനയ്ക്കൊപ്പം ദീപാവലി ആഘോഷിക്കവേ INS വിക്രാന്തിനെ വാനോളം പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലായ വിക്രാന്തിന്റെ പേര് തന്നെ പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കാൻ പര്യാപ്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗോവ കാർവാർ തീരത്ത് INS വിക്രാന്തിലായിരുന്നു സൈന്യത്തിനൊപ്പം മോദിയുടെ ദീപാവലി ആഘോഷം. രാജ്യത്തെ തീരപ്രദേശങ്ങളിൽ വാണിജ്യാവശ്യങ്ങൾക്കായുള്ള നിർമ്മാണ പരിധിയിൽ വൻഇളവ് അനുവദിക്കണമെന്ന് വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. നിലവിലെ 500 മീറ്റർ പരിധി 200 മീറ്ററായി വെട്ടിച്ചുരുക്കണമെന്നാണ് സമിതിയുടെ ശുപാർശ. ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള വാദത്തിൽ ചിരാഗ് പാസ്വാൻ അയയുന്നു. JDU നേതാവ് നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ വിശദമാക്കി. ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് LJP നേതാവ് നിതീഷ് കുമാറിനുള്ള പിന്തുണ വ്യക്തമാക്കിയത്. നിലവിലെ സാഹചര്യത്തിൽ NDA സഖ്യത്തിൽ നിതീഷ് കുമാറിന് കീഴിൽ തന്നെയാവും മിക്ക നേതാക്കന്മാരും മത്സരിക്കുക. ഡൽഹി എന്ന പേര് മാറ്റി ഇന്ദ്രപ്രസ്ഥ എന്നാക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഡൽഹിയിലെ സാംസ്കാരിക മന്ത്രി കപിൽ മിശ്രയ്ക്ക് കത്തയച്ചു. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേര് ഇന്ദ്രപ്രസ്ഥം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാക്കി മാറ്റണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. നഗരത്തെ അതിന്റെ പുരാതന ചരിത്രവുമായും സംസ്കാരവുമായും ബന്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. മകളുടെ ഭർത്താവിന്റെ മരണത്തിൽ അമ്മായിയമ്മ അറസ്റ്റിൽ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മരുമകൻ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ച സംഭവത്തിലാണ് ഭാര്യ മാതാവ് അറസ്റ്റിലായത്. ചൂതാട്ടം, മർദ്ദനമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ 27-കാരൻ പർവേഷ് ലാൽജി തട്വി ശനിയാഴ്ചയാണ് തലക്കേറ്റ പരിക്കിനെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഈ 27-കാരൻ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ മുസ്ലിം വിശ്വാസികൾ പ്രാർത്ഥിച്ച സ്ഥലം ശുദ്ധീകരിച്ച MP-യുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം. ബാജിറാവു ഒന്നാമന് പണികഴിപ്പിച്ച മഹാരാഷ്ട്രയിലെ പൂനെ നഗരത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയായ ശനിവാർ വാഡയിൽ മുസ്ലിം സ്ത്രീകൾ പ്രാർത്ഥിച്ച സ്ഥലമാണ് BJP MP ഗോമൂത്രമൊഴിച്ച് ശുദ്ധീകരിച്ചത്. രാജ്യസഭാ MP-യായ മേധ കുൽക്കർണിയാണ് വിവാദ നടപടിക്ക് പിന്നിലുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പൂനെ നഗരത്തിൽ നടന്ന നവരാത്രി ആഘോഷം നിർത്തിവയ്പ്പിച്ചതിന് പിന്നാലെയാണ് MP-യുടെ അടുത്ത വിവാദ നടപടി. ചരക്ക് വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി കടലിൽ വീണ് 2 പേർ മരിച്ചു. ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം പുലർച്ചെ 3:50ഓടെയാണ് അപകടം. ACT എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. ദുബായിൽ നിന്ന് വന്ന ചരക്ക് വിമാനം ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെയാണ് റൺവേയിൽ നിന്ന് തെന്നിമാറി കടലിൽ പതിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം ഗാസ വീണ്ടും കലുഷിതമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 97 പേരോളം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇസ്രയേൽ നിയന്ത്രിത പ്രദേശത്തേക്ക് ഹമാസുകാർ വെടിവെച്ചെന്നു പറഞ്ഞ് റാഫയുൾപ്പെടെ ഗാസയിൽ പലയിടത്തും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ടുകൾ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യ വൻ തീരുവ നൽകുന്നത് തുടരേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അറിയിച്ചെന്നും ട്രംപ് പറയുന്നു. ഒരാഴ്ചയിൽ 3ാം തവണയാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി മോദി US പ്രസിഡന്റ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അണ്ടർ-20 ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീനയെ തകർത്ത മൊറോക്കോ ചാമ്പ്യന്മാരായി. ചിലിയിലെ സാന്തിയാഗോയിൽ നടന്ന മത്സരത്തിൽ അർജന്റീനയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് മൊറോക്കോ അണ്ടർ-20 ലോകകപ്പ് നേടുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.